ഈ വർഗരാഷ്ട്രീയം വിട്ട് വർഗീയ രാഷ്ട്രീയം നടത്തിയാൽ നശിക്കാൻ പോകുന്നത് CPM ആയിരിക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഈ ഈ ലൈൻ, അതായത് AK ബാലനും സജി ചെറിയാനും ഒക്കെ പറയുന്ന ഈ തരാതര വർഗീയ രാഷ്ട്രീയം അടവുനരകമായി വർഗരാഷ്ട്രീയം ഇല്ലാതെ, ഇവിടുത്തെ വർഗരാഷ്ട്രീയം ആരാണ്? ബംഗാളിയും ഉറിയനും പിന്നെ അവിടുന്ന് ഇവിടുന്ന് എന്താ പറഞ്ഞ് അവരാണ് ഇവിടെ ജോലിക്കാർ. പിന്നെ ഒരാൾ വീണോ വീണില്ലോ എന്നൊക്കെ ചരിത്രം നോക്കേണ്ട കാര്യമാണ്. പിന്നെ അതിനെക്കുറിച്ച് പോലും നമ്മൾ അഭിപ്രായം പറയാൻ പറ്റും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിൻ്റെ സെക്കൻഡ് ആൻഡ് തേർഡ് ടയർ വളരെ സ്ട്രോങ്ങാണ്. എല്ലാ കാര്യത്തിലും നേതൃത്വശേഷിയുള്ളവരാണ്. കേരളത്തിൽ 14 സാംസ്കാരിക സമുച്ചയങ്ങൾ പേര് വിട്ടു. എഴുത്തച്ഛൻ, ഉള്ളൂര്, മറ്റേ മൂലൂര്, എല്ലാ പേര് വിട്ടു. ഒരെണ്ണം വന്നോ? ഞാൻ സർവേ കുറേ നടത്തിയിട്ടുള്ള സർവേയുടെ സാമ്പിളിങ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? വളരെ ചെറുതാണ്, വളരെ നിസ്സാരമാണ്. 150 പേരെ ഫോൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സാധനം ഉണ്ടാക്കാം, എല്ലാം. ഞാൻ ഈ സർവേ നടത്തിയിട്ടുള്ള ആളാണ്. നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സ്വാഗതം ശ്രീ ജയസ് അടൂർ. താങ്ക് യു. വളരെ കലുഷിതമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ മുൻതൂക്കം നമ്മൾ കണ്ടു, വലിയ തരംഗം കണ്ടു. എന്നാൽ അതിനുശേഷം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ അപ്രതീക്ഷിതമായ പല സംഭവ വികാസങ്ങളും. അതിൽ ശ്രദ്ധേയം NSS SNDP ഐക്യമാണ്. അവരൊരുമിച്ച് കോൺഗ്രസിലെ VD സതീശനെ തള്ളിപ്പറയുന്നു. പിണറായി വിജയനിലേക്ക് ഈ ഇരു നേതാക്കളും അടുക്കുന്നു. മറുവശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ കേരളത്തിൽ കൊണ്ടുവന്ന് വലിയ പ്രഖ്യാപനങ്ങൾക്കൊരുങ്ങുന്ന BJP ക്യാമ്പ് ഇന്ന് അത്യാഹ്ലാദത്തിലാണ്. BJPയുടെ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് കടന്നു ചെന്നിരിക്കുന്നത്, NDAയുടെ ഒരു ഭാഗമായിരിക്കുന്നത് 2020 എന്ന രാഷ്ട്രീയ സംവിധാനമാണ്. എറണാകുളത്തിൻ്റെ ഭൂമികയിൽ വ്യക്തതയോടെ തങ്ങളുടെ രാഷ്ട്രീയ സ്ഥാനം അടയാളപ്പെടുത്തിയ 2020 NDAയുടെ ഭാഗമാകുമ്പോൾ അത് മധ്യ തിരുവിതാംകൂറിലെ ഒരു ക്രിസ്ത്യൻ സമവാക്യങ്ങളെ പോലും ബാധിച്ചേക്കാം. ചുരുക്കത്തിൽ വളരെ ഭദ്രം എന്ന് UDFന് അനുഭവപ്പെട്ട ആ രാഷ്ട്രീയ ഭൂമികയിൽ വലിയ വിള്ളലുകൾ, വലിയ വിസ്ഫോടനങ്ങൾ, ഒടുവിൽ വളരെ ആകാംക്ഷാഭരിതമായ തലത്തിലേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് രാഷ്ട്രീയ അന്തരീക്ഷം. എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? ഇതെല്ലാം ഈ പുതിയ കാര്യമല്ല. ഒന്നാമത് 2024 ഇതൊക്കെ തന്നെ പറഞ്ഞു. ലോക്സഭാ ഇലക്ഷന് 10 സീറ്റ് കിട്ടത്തില്ല, നമ്മൾ തന്നെ ചർച്ച ചെയ്തു 12 സീറ്റ്. എന്താണ് സംഭവിച്ചത്? അത് കഴിഞ്ഞ് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് ഇതുപോലെ ഇത് പിന്നെ ചിലരൊക്കെ ഇത് പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. മലപ്പുറം ഈ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ വളരെ BJPക്ക് വേണ്ടി പറയാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ചില വ്യക്തികളുടെ പേരൊന്നും പറയുന്നില്ല. പക്ഷേ ഇതൊന്നും ഇവിടെ എറിച്ചില്ല. ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ മലയാളികൾ എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ആളുകളോടല്ല. മലയാളികൾക്ക് ഞാനിപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വളരെ സജീവമായിരുന്നു അടിസ്ഥാന തലത്തിൽ. അപ്പം ഞാൻ ഒരുപാട് വീടുകൾ കയറി, ഒരുപാട് ആളുകളോട് സംസാരിച്ചു. ഇപ്പോഴൊരു കാര്യം മനസ്സിലാക്കുന്നത് ഞാൻ കേരളത്തിൽ നമ്മൾ വിചാരിക്കുന്ന മീഡിയയിലും മറ്റൊക്കെ ഇരുന്ന് വർത്തമാനം പറയുന്നതിനെക്കാട്ടിൽ കാര്യങ്ങൾ കൃത്യമായി ഗൗരവമായി ഗണിക്കുന്ന ജനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ അപ്പം ഈ പെട്ടെന്നുണ്ടല്ലോ ഇങ്ങനെ വിള്ളൽ വരുന്നു, ഇതൊക്കെ മീഡിയയിൽ കാണുന്ന ചായക്കോപ്പയിലെ കൊടുങ്കാറ്റാണ്. മീഡിയയ്ക്ക് എല്ലാ ദിവസവും ഒരു വാർത്ത വേണം. ആ വാർത്ത കൊടുക്കാൻ വേണ്ടി ചിലർ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കും. സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? കഴിഞ്ഞ 2021 തിരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് ചില സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി. അത് UDFന് ഗുണമായിരുന്നു, ദോഷമായിരുന്നു? ദോഷമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പ്രത്യേകിച്ച് എനിക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ 40-45 വയസ്സ് 50 വയസ്സിൽ താഴെപ്പെട്ട ഒരുപാട് പേരുണ്ട്. അവരെല്ലാം വെൽ ഇൻഫോംഡാണ്. പെട്ടെന്ന് അവർ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കും, ഓൺലൈൻ മീഡിയ നോക്കും, ടെലിവിഷൻ നോക്കും. ടെലിവിഷൻ മിക്കവാറും പേര് നോക്കുന്നില്ല ഇപ്പോൾ. അവർ മിക്കവാറും ഓൺലൈൻ മീഡിയയും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയൊക്കെ നോക്കും. പക്ഷേ അവർക്ക് അവരുടേതായിട്ടുള്ള ചിന്തയുണ്ട്. പിന്നെ രാഷ്ട്രീയത്തിൽ ഒന്നും രണ്ടല്ല. ഇപ്പോൾ ഈ 2020 നിൽക്കുന്നു പറഞ്ഞില്ലോ, 2020 വന്നതുകൊണ്ട് സാബു ജേക്കബിന് ചില പ്രയോജനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഇപ്പം പിന്നെ ടാരിഫ് കൂട്ടിയതുകൊണ്ട്
സാബു ജേക്കബിനെ സംബന്ധിച്ചിട്ട് BJPയുടെ സപ്പോർട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സ്റ്റോറുകൾ തുറക്കാം, അദ്ദേഹത്തിൻ്റെ വ്യവസായത്തിന് നല്ല കാര്യമാണ്. അദ്ദേഹം വളരെ കൃത്യമായ ഒരു പ്രാഗ്മാറ്റിസത്തോട് കാര്യം ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ വോട്ട് വരും, മറ്റേ വോട്ടുകാർക്ക് വളരെ വളരെ ഈ മലർപ്പൊടിക്കാരുടെ സ്വപ്നമാണ്, നടക്കില്ല. അങ്ങനെ ഈ വിഭാഗീയ വോട്ടുകളെന്ന് പറയുന്ന കാര്യം തന്നെ തെറ്റാണ്. സോയിമോൻ ഇതുവരെ ജാതി മതവും നോക്കി വോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇവിടുത്തെ സാധാരണ മനുഷ്യരുടെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. ഞാൻ ഇതുവരെ ജാതി മതവും നോക്കി വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ നോക്കുന്ന പലരോട് കേരളത്തിലുണ്ടല്ലോ, ഒരു 3% ആൾക്കാരിൽ കൂടുതൽ വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് ജാതി മതം നോക്കുന്നത്. നിങ്ങൾ ഈ ജാതി മതം നോക്കും ആളിൻ്റെ കഴിവ്, ആളിൻ്റെ കപ്പാസിറ്റി, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, കേരളത്തിൽ പല ഘടകങ്ങളെ വെച്ചിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്, അല്ലാതെ ഒരു ഫാക്ടർ കൊണ്ടല്ല. നമ്മൾ 2021 തിരഞ്ഞെടുപ്പിലേക്കൊന്ന് എത്തി നോക്കുമ്പോൾ അന്ന് UDF നേതാക്കൾ പോലും പറഞ്ഞിരുന്നു, മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ സമാഹരിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞു, പ്രത്യേകിച്ച് CPMന് കഴിഞ്ഞു അവരുടെ തന്ത്രങ്ങൾ കൊണ്ട്. BJPയുടെ ഒരു കടന്നുവരവിനെ പ്രതിരോധിക്കാൻ, മുസ്ലിം സാമുദായിക വോട്ടുകൾ ഏകീകരിക്കാനെന്ന് CPMന് കഴിഞ്ഞു. അതേ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ N ബ്ലോക്കായി ഇപ്പോൾ UDFന് അനുകൂലമായി നിൽക്കുന്നു എന്ന് UDF കേന്ദ്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ മുഖ്യമായി പ്രചരിപ്പിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഇപ്പുറത്ത് ഉള്ള ഒരു നായർ ഈഴവ ഐക്യത്തിൻ്റെ വാർത്തകൾ കേൾക്കുന്നത്. അപ്പോൾ ഈ സാമുദായിക വോട്ടുകളും സാമുദായിക വോട്ടുകളുടെ ഒഴുക്കും ഒക്കെ യാഥാർത്ഥ്യമാണ്, ഇല്ലെങ്കിൽ UDF പോലും അത് അംഗീകരിക്കില്ലല്ലോ. ഈ നരേറ്റീവ് ഇതൊരു കുറേ നാളായിട്ടുണ്ടായ ഒരു മീഡിയ നരേറ്റീവും, ഈ മീഡിയ നരേറ്റീവ് കേട്ടിട്ട് നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ ഉണ്ടാക്കുന്ന നരേറ്റീവാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ 2021 തെരഞ്ഞെടുപ്പിന് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. കോവിഡ് കാലത്ത് ഇവിടുത്തെ ഒരു 90% ആൾക്കാർ അരക്ഷിതരായിരുന്നു. കോവിഡ് കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരിക്കലും സാധിച്ചിട്ടില്ല, കാരണം അത്രയും റിസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. കോവിഡ് കാലത്ത് ഗവൺമെൻറ്റിൻ്റെ PR മെക്കാനിസം വളരെ കൃത്യമായിട്ട് വർക്ക് ചെയ്തു. 6 മണിക്ക് ഇൻഫർമേഷൻ ഹോർഡിങ് എന്ന് പറഞ്ഞാൽ ഈ കോവിഡിന് എത്ര പേര് മരിച്ചു, എത്ര പേര് ഹോസ്പിറ്റലുണ്ട്, ഇതൊക്കെ എത്ര പേർ കോവിഡ് ബാധിച്ചു, ഇതൊക്കെ അറിയണമെങ്കിൽ മുഖ്യമന്ത്രിയുടെ 6 മണിക്കത്തെ പത്രസമ്മേളനത്തിൽ അറിയാവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ഈ വിവരം അറിയാൻ വേണ്ടി എല്ലാ പത്രക്കാരും ഇവിടെ ചെല്ലും. അപ്പോൾ അങ്ങനെ ഇൻഫർമേഷൻ മാനേജ്മെൻറ്റിലും ഹോർഡിങ്ങിലും കൂടെ വളരെ അരക്ഷിതമായിട്ടൊരു അവസ്ഥയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഒരു സാഹചര്യമില്ലാത്ത അവസ്ഥയിലാണ് ചെയ്തത്. രണ്ടാമതെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ പൈസ ഇല്ലായിരുന്നു, UDFൻ്റെ ഈ പറയുന്ന പോലെ പൈസ ഇല്ല, കാരണം അത് പെട്ടെന്നുള്ള തിരഞ്ഞെടുപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയ 14 ദിവസമാണ്, 14 തൊട്ട് 16 ദിവസമാണ്. ഇടതുപക്ഷം നേരത്തെ തന്നെ ആളുകളെ നിശ്ചയിച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ടുണ്ടായ ഒരു നിങ്ങൾ കോവിഡ് സമയത്ത് എവിടെ ബംഗാൾ കോവിഡ് സമയത്ത് ലോകത്തെല്ലായിടത്തും നടന്ന തെരഞ്ഞെടുപ്പിൽ അതാത് സർക്കാരുകളെ തിരഞ്ഞെടുത്തു. ഇതൊരു ചരിത്രത്തിൽ തന്നെ അന്ന് കോവിഡ് ഇല്ലായിരുന്നു എന്ന് വെച്ചോ, പിണറായി വിജയൻ ജയിക്കാൻ പോകുന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ മുസ്ലിങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതെന്താ ജനങ്ങളെന്താ ഈ വോട്ട് ബാങ്ക് ആണ്? അങ്ങനെയൊന്നും അല്ല. ഇവിടുത്തെ നമ്മൾ മനസ്സിലാക്കണം, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയിലെ യഥാർത്ഥ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് മെമ്പർഷിപ്പ് അനുഭാവികളെല്ലാം കൂടെ വെറും 20 ലക്ഷം പേരേ ഉള്ളൂ. അതായത് കഷ്ടിച്ച് 8% വരുന്ന വോട്ടുകളാണ് കമ്മിറ്റഡ് വോട്ടേഴ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കോ, അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ടികളുടെ മെമ്പർഷിപ്പ് നോക്കിക്കോ, പാർട്ടികളുടെ മെമ്പർഷിപ്പ് എല്ലാം വലിയ പാർട്ടികളുടെ മെമ്പർഷിപ്പ് പോലും 3.5 ലക്ഷം പേര്, 3.25 ലക്ഷം പേര്. പിന്നെ അനുഭാവികൾ അവരെല്ലാം കൂടെ നോക്കിയിട്ടാണ് ഞാൻ 20 ലക്ഷം പറഞ്ഞു. ബാക്കി ഈ ഫ്ലോട്ടിംഗ് വോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്ന് വെച്ചാൽ കമ്മിറ്റഡ് പാർട്ടി വോട്ടുകൾ കുറഞ്ഞു. 100% ഞാൻ ആ പാർട്ടി എന്ന് പറയുന്ന വോട്ടുകൾ കുറഞ്ഞു. അതൊരു ഇൻഫർമേഷൻ ഡിഫ്യൂഷൻ്റെ ഭാഗവും. പണ്ടെന്ന് പറഞ്ഞാൽ കുടുംബം മൊത്തം കോൺഗ്രസ്, അല്ലെങ്കിൽ കുടുംബം മൊത്തം പിന്നെന്താ പറഞ്ഞ് CPM അല്ലെങ്കിൽ CPI എന്നുള്ള രീതിയായിരുന്നു. കുടുംബത്തിൽ തന്നെ മോദിയെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. പല കാരണം എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ്റെ ഡിഫ്യൂഷൻ വന്നപ്പോഴത്തേന് നമ്മൾ ഇന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഏതാണ്ട് 80-85% ആളുകൾ അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കമ്മിറ്റഡ് വോട്ടേഴ്സ് അല്ല അവർ അപ്പോഴത്തെ രീതി വെച്ചിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ആ ഒരു സിഗ്നിഫിക്കൻറ്റ് ഷിഫ്റ്റാണ് ഉണ്ടായത് ഈ പിന്നെന്താ പറഞ്ഞ കോവിഡ് സമയത്ത് ഇവിടുത്തെ മിഡിൽ ക്ലാസ്സും മറ്റുള്ളവരെല്ലാം അരക്ഷിതരായിരുന്നു. അപ്പോൾ അവർക്ക് അരി കിട്ടി, കിറ്റ് കിട്ടി,
മറ്റ് പൊതി കൊടുത്തു, ഇങ്ങനെയൊക്കെയുള്ള ഒരു പല പരിപാടികൾ നടന്നു. അതേസമയത്ത് ഇപ്പോഴങ്ങനല്ല സംഗതി. ഇപ്പം ഞാൻ പോയപ്പോഴത്തേന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീടിന് കരം കൂടി, സ്ഥലത്തിന് കരം കൂടി, കറണ്ട് ചാർജ് 2.5 രൂപയുടെ 6.5 രൂപയായി, പിന്നെ വെള്ളത്തിന് കരം കൂടി. അപ്പം മനുഷ്യന് അതിൻ്റെ തൊട്ട് സാധനങ്ങൾക്കെല്ലാം വില കൂടി. ഇൻഫ്ലേഷൻ ഏറ്റവും കൂടിയ സമയമായത്. പിന്നെ കടമെടുത്തിട്ട് നിങ്ങൾ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിലാണ് ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടന്നിട്ടുള്ളത്. കാരണം ഈ പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ ആളുകളുടെ വ്യക്തിഗത കടം കൂടി എന്ന് പറഞ്ഞാൽ ഈ ഹോട്ടലുകളും മറ്റവരൊക്കെ നടക്കുന്നവരുടെ കടം കൂടി, അവരുടെ സിബിൽ സ്കോർ വെച്ചിട്ട് പോലും പൈസ കിട്ടുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ അരക്ഷിതരാണ് ഇവിടുത്തെ ജനങ്ങൾ. ഗവൺമെൻറ് അതേ സമയത്ത് കോടിക്കണക്കിന് രൂപ PR ചിലവാക്കുക, മനസ്സിലായില്ലേ? എന്ന് പറഞ്ഞാൽ ഈ ആടിനെ കാണിച്ചിട്ട് ഇതാ ഞങ്ങൾ ആനെ വെച്ചെന്ന് പറയും, എലിയെ കാണിച്ചിട്ട് ഇതാ പുലി എന്ന് പറയും. അപ്പോൾ ഇത് ജനങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത് ഇപ്പം UDF പോലും അതിശയിക്കപ്പെട്ട തെരഞ്ഞെടുപ്പ് പോലുമായിരുന്നു പഞ്ചായത്തിൽ. ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ല. എന്ന് വെച്ചാൽ 20-30 കൊല്ലം UDF തോറ്റ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ജയിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ഥാനാർത്ഥികളുടെ കാര്യം കൊണ്ട് വന്നത് ഇറ്റ്സ് എ പൊളിറ്റിക്കൽ വോട്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മളീ പറയുന്ന സ്ഥിതികളൊന്നും മാറിയിട്ടില്ല, അവസ്ഥകളും മാറിയിട്ടില്ല. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നത് സത്യം തന്നെ. പക്ഷേ ആ ഭരണവിരുദ്ധ വികാര വോട്ടുകൾ UDFൻ്റെ മാത്രം കുത്തകയെന്ന് നമുക്ക് പറയുക വയ്യ. ആ ഒരു സ്പേസ് BJP ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയേക്കാം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ 2020 കടന്നുവരവ്. നാളെ മോദി കേരളത്തിലേക്ക് വരുന്ന ഒരു വികസന രാഷ്ട്രീയം, അതാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. എൻ്റെ സാറേ, മോദി എത്രയോ പ്രാവശ്യം ഇതിനു മുമ്പ് കേരളത്തിൽ വന്നു. അല്ല, നാളെ തിരുവനന്തപുരത്ത് വന്ന് തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരന് വേണ്ടി എത്ര പ്രാവശ്യം വന്നു? നമുക്കിതറിയാമെന്ന് തോന്നുന്നു. ഇവിടുത്തെ രാഷ്ട്രീയം ഒരു പുതിയ നഗരം വിഭാവനം ചെയ്യുക, അത് കിട്ടി, നഗരം കിട്ടിയെന്നുള്ളത് സത്യമാണ്. അത് നഗരം കിട്ടിയെന്ന് പറഞ്ഞാൽ ഇവിടെ 10-30 കൊല്ലം ഭരിച്ച് ഒരു പരുവമാക്കി. അപ്പോൾ അത് നഗരം കിട്ടിയെന്നുള്ളത് നമ്മൾ തള്ളിക്കളയുന്നില്ല. പക്ഷേ തിരുവനന്തപുരം നഗരമല്ല, കോർപ്പറേഷനല്ല കേരളം. ഒന്നാമത്തെ കാര്യം. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു സൂചകമാണെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഡൈനമിക്സും പഞ്ചായത്തിൻ്റെ തെരഞ്ഞെടുപ്പും അസംബ്ലിയും വ്യത്യസ്തമാണ്. അപ്പോൾ അസംബ്ലിയിൽ ഇപ്പം പിന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷെ അതുകൊണ്ട് എന്താണ് കോംപ്ലസൻസിന് UDFനൊരു കോംപ്ലസൻസ് ഇല്ല. എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ ഫൈറ്റ് ചെയ്തിലേ ജയിക്കാൻ ഒക്കത്തുള്ളൂ, ഏത് ഇലക്ഷനും. അല്ലാതെ ഇലക്ഷൻ വാക്ക് ഓവർ എന്ന് പറഞ്ഞ കാര്യം കേരളത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷേ UDFലെ ഒരു ഐക്യബോധമില്ല. ഇന്നലെ NDTVയുടെ ഒരു സർവേ പുറത്തു വരുന്നു. വലിയ UDF തരംഗമെന്ന പ്രവചനമാണ് അവർ നടത്തിയത്. അതിൽ പക്ഷേ VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണം എന്ന് ഭൂരിപക്ഷം ആളുകൾ ആഗ്രഹിക്കുന്നുവെന്ന സർവേയിൽ പറഞ്ഞു. ആ ഒറ്റ കാരണം കൊണ്ട് രമേശ് ചെന്നിത്തല ആ സർവേ തള്ളി പറഞ്ഞു. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഒരു ഐക്യമില്ല. ഞാൻ പറയട്ടെ, ഒന്നാമത് NDTV സർവേയിലുള്ള, ഞാൻ പറയട്ടെ, ഞാൻ സർവേ കുറേ നടത്തിയിട്ടുള്ള സർവേയുടെ സാമ്പിളിങ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? വളരെ ചെറുതാണ്, വളരെ നിസ്സാരമാണ്. 150 പേരെ ഫോൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ സാധനം ഉണ്ടാക്കാം എല്ലാം. ഞാൻ ഈ സർവേ നടത്തിയിട്ടുള്ള ആളാണ്. സർവേയുടെ ടെക്നിക്കും സാമ്പിളിങ്ങും എത്ര ഉണ്ടെന്ന് നോക്കിയാൽ ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു 1800-3000 പേരെ എടുത്തെന്ന് വെച്ചോ, എല്ലാ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ എല്ലായിടത്തും നിന്നും എടുത്തെന്ന് വെച്ചോ, അതിൻ്റെ ഫലം വേറെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ സർവേ എന്ന് പറയുന്ന സൂത്രം കൊണ്ട് അതിനോട് ഞാൻ റെസ്പോണ്ട് ചെയ്യാനില്ല. ഒന്നാമത്തെ കാര്യം മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, ഈ മീഡിയ പിന്നൊരു സംസാരം വരുമ്പം അതിൻ്റെ ഒരറ്റം മുറിച്ച് കൊടുക്കും, മനസ്സിലായില്ലയോ? പക്ഷെ ആ സർവേയിലും കോൺഗ്രസിലെ നേതൃവഴക്കിനെ കുറിച്ചൊരു പരാമർശമുണ്ട്. 42%. സാറേ, ചോദ്യം ചോദിക്കുന്ന അനുസരിച്ച് ആ സർവേയിൽ BJPക്ക് 20% കിട്ടുമെന്ന് പറയുന്നു. NDTV എന്ന് പറഞ്ഞാൽ അദാനിയുടെ ചാനലാണ്, പ്രണോയ് റോയുടെ ചാനലല്ല. അദാനി എന്ന് പറഞ്ഞാൽ ആരാന്ന് നമുക്കറിയാം, ആ NDTVയുടെ ചരിത്രം അറിയാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം പ്രണോയ് റോയ്ക്കുള്ള കേസ് എടുത്ത് കളഞ്ഞല്ലോ, അറിയാമല്ലോ. അപ്പോൾ ഇതും ഈ BJPയുടെ മോദിയുടെ വളരെ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് ചോദ്യങ്ങൾ. നിങ്ങളൊരു സർവേയിൽ ചോദ്യം ചോദിക്കുക, അല്ല അതിലെ 19% BJPക്ക് വോട്ട്. അതാണ് ഞാനതല്ലേ പറഞ്ഞേ. നിങ്ങളൊരു ചോദ്യം ചോദിക്കുക, ആ ചോദ്യം ചോദിക്കുന്നതിനാണ് സർവേയിലെന്ന് പറഞ്ഞാൽ ലീഡിങ് ക്വസ്റ്റ്യൻസ് എന്ന സാധനമുണ്ട്. ആ ക്വസ്റ്റ്യൻസ് കാണാതെ അതിൻ്റെ അകത്ത് എത്ര റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ ഉണ്ടെന്നറിയാതെ ഞാൻ ആ സർവേയെക്കുറിച്ച് അഭിപ്രായം പറയത്തില്ല. ഞാൻ ആ സർവേ കണ്ടു. ഞാൻ ആ സർവേയെക്കുറിച്ച് എന്തെങ്കിലും എഴുതിയോ? ഇല്ല, എഴുതിയില്ല. എഴുതാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു 4 ചാനലുകൾ, പേര് ഞാൻ പറയുന്നില്ല, എനിക്കറിയാം, അതുപോലൊരു 3-4
പിന്നെ ഓൺലൈൻ മീഡിയകൾ. കുത്തിത്തിരിപ്പ് എത്ര നാളായിട്ട് തുടങ്ങിയതാണ്? കേരളത്തിലെ ആരെങ്കിലും ഏതെങ്കിലും നേതാവ് എനിക്ക് മുഖ്യമന്ത്രി ആണോന്ന് പറഞ്ഞോ? ഇല്ല, ആഗ്രഹമുണ്ട് അവർക്ക്. ഈ ലോകത്ത് ആഗ്രഹമില്ലാത്ത ആരാശനെ? അതല്ലല്ലോ പ്രശ്നം. ഈ കേരളത്തിൽ ആരെയും പറഞ്ഞു? ഒരാൾ പറഞ്ഞിട്ടില്ല. ഈ കഥയെല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് റിപ്പോർട്ടർ ചാനൽ ആദ്യം പറയും, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ പറയും. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു കോട്ടേജ് ഇൻഡസ്ട്രി ആയത്. ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊരു നരേറ്റീവ് ഉണ്ടാകുമെന്നാണ് ഇവർ വിചാരിക്കുന്നത്. കോൺഗ്രസ്സിൽ ഇതുവരെ എൻ്റെ അഭിപ്രായത്തിൽ കോൺഗ്രസ് ഇപ്പം വയനാട് മീറ്റിംഗ് ആണ്, കോൺഗ്രസ് യുണൈറ്റഡാണ്. കോൺഗ്രസിൻ്റെ അടിസ്ഥാന തലത്തിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കോൺഗ്രസിൻ്റെ അടിസ്ഥാന തലത്തിൽ ബ്ലോക്ക് തലത്തിൽ ഏറ്റവും സ്ട്രോങ്ങാണ്. അതിൻ്റെ കോൺഗ്രസിൻ്റെ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റുമാരും മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാരും നിങ്ങൾ നോക്ക്, വളരെ സ്ട്രോങ് ആണ്. ഇപ്രാവശ്യം ഒറ്റക്കെട്ടായിട്ടാണ് നിന്നത്. അല്ല, മുമ്പൊക്കെ UDF അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകും, അല്ലെങ്കിൽ AK ആന്റണി മുഖ്യമന്ത്രി, അങ്ങനെ ആരും പറഞ്ഞില്ല എന്ന് നമുക്ക് എന്നാ സുഹൃത്തെ പറഞ്ഞേ? ഇതിൻ്റെ കാര്യം നിങ്ങളിതൊരു കാര്യം പറഞ്ഞു എന്നാ പറഞ്ഞിട്ടുള്ളേ? അല്ല, പറഞ്ഞിട്ടില്ലെങ്കിലും ജനങ്ങൾക്കൊരു ബോധ്യമൊന്നുമില്ല. ആ സമയത്ത് ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി കൊണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആവുന്നുള്ള അസംഷൻ ഉണ്ടായിരുന്നു, അല്ലേ? അതെ. അല്ലാതെ ഈ കേരളത്തിൽ ഞാൻ ഇനി പറയാം, ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വ്യവസ്ഥാപിത കാര്യമുണ്ട്. ഇവിടുത്തെ എല്ലാ MP മാരോട് ചോദിക്കും, ഇവിടുത്തെ എല്ലാ മുൻ KPCC പ്രസിഡന്റുമാരുൾപ്പെടെ പ്രധാന സീനിയർ നേതാക്കന്മാരോട് ചോദിക്കും, തിരഞ്ഞെടുപ്പെടുത്ത MLA മാരോട് ചോദിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് എല്ലായിടത്തും കോൺഗ്രസ് പാർട്ടി മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നത്. കോൺഗ്രസ് പാർട്ടി ഒരിടത്തും ചരിത്രത്തിൽ ഇതാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ് മത്സരിച്ചിട്ടില്ല. ഉണ്ടോ? അല്ല, പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ഏറെക്കുറെ ഒരു കണക്കൂട്ടൽ എന്താ? CPM ഒരാളെ ഉള്ളൂ, അതാ പ്രശ്നം. ഇപ്പോൾ KK ശൈലജ ഇന്ന് അവതരിപ്പിച്ചു. ആരവതരിപ്പിച്ചു? ഇന്ന് നിയമസഭ സമ്മേളനം കഴിഞ്ഞ ഉടൻ തന്നെ ബ്രീഫിങ്ങിന് വേണ്ടി മുഖ്യമന്ത്രിക്ക് പകരം ഇന്നിറങ്ങി. മുഖ്യമന്ത്രിക്ക് അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ CPM നേരിടുന്ന LDF നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ വൺ മാൻ മാക്സിമം ലീഡർ മാവോ സേതു, സ്റ്റാലിൻ, എന്ന് പറഞ്ഞാൽ ജീവിതകാലം മൊത്തം ഒരാൾ. കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിയാകാൻ കപ്പാസിറ്റിയുള്ള വലിയൊരു തര നേതാക്കന്മാരുണ്ട്. അത് ആരായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് ആരായാലും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി 2004 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി. അതെ, 2002 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയില്ലല്ലോ, അല്ലേ? അപ്പോൾ ശേഷം അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്ന പോലെയല്ല കോൺഗ്രസിൻ്റെ ഒരു ഡൈനാമിക്സ്. കോൺഗ്രസിൻ്റെ ഡൈനാമിക്സും പല ഘടകങ്ങളെ ആശ്രയിച്ച്, പല പ്രോസസ്സിനെ ആശ്രയിച്ച് അതിനൊരു വ്യക്തമായ മാനദണ്ഡമുണ്ട്. കോൺഗ്രസ് മറ്റൊരു ഭീഷണിയും ഇപ്പോൾ നേരിടുന്നു. കോൺഗ്രസിൽ ഇടക്കാലം വലിയ പ്രതീക്ഷ പകർന്നുകൊണ്ടൊരു യുവ വിഭാഗം ഉദിച്ചു വന്നിരുന്നു. ഷാഫി പറമ്പിൽ, പിന്നീട് രാഹുൽ മങ്കൂട്ടം, അബിൻ വർക്കി, അങ്ങനെ ഒരു വലിയ നേതൃവിഭാഗം. പക്ഷേ അവരിൽ ചിലർ ഇപ്പോൾ അമ്പേറ്റ് നിലത്ത് കിടക്കുന്നു. പ്രത്യേകിച്ച് രാഹുൽ മങ്കൂട്ടത്തിനെ പോലുള്ള നേതാക്കൾ. കോൺഗ്രസിൻ്റെ യുവ നേതാക്കളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. വെറുതെ അല്ലേ? ഈ കോൺഗ്രസിൻ്റെ യുവ നേതാക്കൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ച 2 പേരാണ് ഡീൻ കുര്യാക്കോസും ഹൈബി ഈഡനും. റോജി M. ജോണിന് എത്ര വയസ്സുണ്ട്? 40 വയസ്സുകളും 30 വയസ്സുകളുള്ള ഏതാണ്ട് 22 നേതാക്കന്മാർ കോൺഗ്രസിനുണ്ട്. പേര് തരാം. VT ബലറാം ഇപ്പോൾ കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. M. ലിജു വൈസ് പ്രസിഡൻ്റാണ്. ഷാഫി പറമ്പിൽ വർക്കിംഗ് പ്രസിഡൻ്റാണ്. PC വിശ്വനാഥ് വർക്കിംഗ് പ്രസിഡൻ്റാണ്. ഇവരെല്ലാം കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. റോജി M. ജോൺ AICC സെക്രട്ടറിയാണ്. അപ്പോൾ നിങ്ങളീ പറയുന്ന ആളുകൾ ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു ഏറ്റവും നന്നായി വായിക്കുന്ന, വിവരവും വിദ്യാഭ്യാസവും വെള്ളിയാഴ്ചയുള്ള ഇഷ്ടം പോലെ ചെറുപ്പക്കാർ ഉണ്ടല്ലോ. ഈ ജില്ലാ പ്രസിഡന്റുമാർ എത്ര പേരുണ്ട്? KSUവിനെ മറ്റേ വിജയ് ഇന്ത്യ ഉടനെ നോക്ക്. കഴിവും പ്രാപ്തിയുള്ള ഒരുപാട് പേരുണ്ട്. ഒരാൾ പ്രശ്നം വന്നപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നിലപാടെടുത്തു. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് മാറ്റി നിർത്തി. ഒരാൾ വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വീണോ വീണില്ലോ എന്നൊക്കെ ചരിത്രം നോക്കേണ്ട കാര്യമാണ്. അതിനെക്കുറിച്ച് പോലും നമ്മൾ അഭിപ്രായം പറയാൻ പറ്റും. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിൻ്റെ സെക്കൻഡ് ആൻഡ് തേർഡ് ടയർ വളരെ സ്ട്രോങ്ങാണ്. എല്ലാ കാര്യത്തിലും നേതൃത്വശേഷിയുള്ളവരാണ്.
പക്ഷെ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോഴാണ് പ്രശ്നം. ഓരോ നേതാക്കൾക്കും അവരുടെ ശില്പനികൾ വലിയൊരു സംഖ്യയുണ്ട്. അവരെയൊക്കെ സ്ഥാനാർത്ഥികളാക്കാനുള്ള മത്സരം വരാം. കാരണം ചെന്നിത്തല വിഭാഗം ആളുകളെ കൊണ്ടുവരണം, സതീശന് അതിനെല്ലാം മുകളിൽ കേസ് നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു പോര് ബാധിക്കുമോ? ഒന്നുമില്ല. എൻ്റെ സോയിമോനെ 1907 സൂററ്റിലാണെന്ന് തോന്നുന്നു AICC നടന്ന്. അവിടെ കസേര വെച്ചായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് തിലകിൻ്റെ ആളുകളും പിന്നെ ഗോഖലെയുടെ ആളുകളും രണ്ടുപേരും പൂനെക്കാരാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ അകത്ത് ഇതൊന്നും ഒരു പുതുമയല്ല. കോൺഗ്രസിൻ്റെ അകത്ത് എന്നും അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഒരു അംബ്രല പാർട്ടിയാണ്. കോൺഗ്രസ് ഒരു ഏകശില രൂപിയായ പാർട്ടി അല്ല, ആൾക്കൂട്ടമല്ല. കോൺഗ്രസ് കൃത്യമായിട്ട് ഞാൻ പറയട്ടെ, കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവ് ആയിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ അതിൽ അവിശ്വാസ പ്രമേയം പാസ്സാക്കിയാരാണ്? കിബ്രലാനിയ. ജവഹർലാൽ നെഹ്റുവിനെതിരെ പ്രസംഗിച്ചിട്ടുള്ള ഒരാളാരെന്നറിയോ? ഫിറോസ് ഗാന്ധിയാണ്. പിന്നീട് ഇന്ദിരയ്ക്കെതിരെ മൂവ്മെന്റ് ഉണ്ടായി. അപ്പം ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. അതിൻ്റെ അകത്ത് ഇതൊരു ഏകശില രൂപിയായ കേഡർ ടോപ്പ് ഡൗൺ പാർട്ടി അല്ല. എന്ന് വെച്ചാൽ ലീഡർ നോസ് എവറിഥിങ്. സ്റ്റാലിൻ പറയും, ഞാൻ കേൾക്കും, കേട്ടില്ലെങ്കിൽ നിന്നെ 58 വലിയിട്ട് തട്ടും. ട്രോട്സ്കിയുടെ കാര്യം അറിയത്തില്ലേ? പോൾ പോട്ടിൻ്റെ കാര്യം അറിയത്തില്ലേ? മാവോ സേതുങ്ങിൻ്റെ കൾച്ചർ റവല്യൂഷൻ അറിയത്തില്ലേ? ഇതല്ല കോൺഗ്രസ്. കോൺഗ്രസ് നെഹ്റു ഉള്ളപ്പോൾ നെഹ്റുവിനെ ചോദ്യം ചെയ്ത് എത്രയോ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. അടിയന്തരാവസ്ഥ പോയി ചോദ്യം ചെയ്ത് AK ആന്റണി 1976 നവംബറിൽ പിന്നെ ആസാമിൽ നടന്ന AICC കോൺഫറൻസിൽ. അപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും പരസ്പരം ആശ്ലേഷിച്ചും ഒക്കെ പോകുന്ന ഒരു ഓപ്പൺ നെറ്റ്വർക്കാണ് കോൺഗ്രസ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു പ്രചരണ വിഷയം എന്തായിരിക്കും അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ? ഇപ്പോൾ എല്ലാവരും പ്രവചിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെ ആയിരിക്കുമെന്നാണ്. എന്താണ്? അല്ലല്ല, പ്രചരണ വിഷയം എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെന്ന് പറഞ്ഞാൽ കൊള്ള അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഇതെന്ന് വെച്ചാൽ ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞാൽ ഒരു വലിയ മെറ്റഫറാണ്. അല്ലല്ല, കൊള്ള ഉണ്ടെന്നാണ് പറയുന്നത്. അത് കൊള്ള പറയണം. ഈ നികുതിക്കൊള്ള ഞാൻ പറഞ്ഞുതരാം. നികുതിക്കൊള്ള നിങ്ങൾ സെസ്, പെട്രോളിന് സെസ് രാജ എവിടെ നടക്കുന്നത്? ഈ പെട്രോളിന് വേണ്ടി നമ്മൾ സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടി ഒരു സെസ് കിടക്കുന്നുണ്ട്. പിന്നെ കിബിക്ക് വേണ്ടിയുണ്ട്. ഈ സെസ് കിട്ടിയ പൈസ എല്ലാം വഴിമാറി ചിലവഴിച്ചു. അതല്ലോ ശമ്പളം കൊടുക്കാൻ വേണ്ടി കടമെടുത്താണ് ചെയ്യുന്നത്. നമ്മൾക്ക് ഒരു 100 രൂപ നമ്മൾ പിരിക്കുമ്പം നമുക്ക് കിട്ടുന്ന 13 രൂപയാണ്. 100 രൂപയിൽ 13.7 രൂപ. നോക്കിക്കോണേ, ബാക്കിയെല്ലാം ഇതിൻ്റെ സെറ്റപ്പിന് വേണ്ടി പോവുക. ഏതാണ്ട് 700 കോടിയിൽ കൂടിയാണ് മുഖ്യമന്ത്രിയുടെ മുഖം കാണിക്കാൻ വേണ്ടി ചെയ്തത്. PRD വഴി 600 കോടി. അത് മാത്രമല്ലല്ലോ, ഈ 600 കോടി അതുവഴി കേരളീയം പിന്നെ പ്രമുഖരെ കാണാൻ വേണ്ടി ഒരു യാത്ര നടത്തിയല്ലോ. എല്ലാം നവകേരളമാണ്. ഇത് ഈ കൊള്ള ഭരണം അവസാനിപ്പിക്കുക, അതാണ് കാര്യം. കൊള്ള ഭരണം അവസാനിപ്പിക്കുക. അല്ല, ശബരിമല ഒരു കൊള്ളയാ. ശബരിമല ദൈവത്തെ പോലും കൊള്ളയടിച്ചു. മനുഷ്യരെ നികുതി കൊള്ള എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് പോക്കറ്റ് അടിയല്ലേ. സാധനത്തിൻ്റെ വില കൂടി, എല്ലാത്തിനും പിന്നെ സെസ്. ഇതൊക്കെ ജനങ്ങൾ തികച്ചും ബോധവാന്മാരാണോ ഇത്തരം പ്രശ്നങ്ങൾ? ജനങ്ങൾ ബോധവാന്മാരായും കൊണ്ടാണല്ലോ 2024 ഈ 2025 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തിരഞ്ഞെടുപ്പിലും സംഭവം കൈവിട്ടു പോയത്. അതേ, അന്ന് എല്ലായിടത്തും വീട്ടിൽ കയറിയല്ലോ. ഇപ്പോഴും ആ ട്രെൻഡ് നിൽക്കുന്നുണ്ടെന്നേ. വീട്ടിൽ കയറിയിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ എല്ലാ വീട്ടിലും എന്താ കയറാത്തത്? സ്വന്തം പാർട്ടിക്കാരുടെ വീട്ടിൽ കയറുന്നുണ്ട്. ചില വീടുകളിലെത്തി പാത്രമൊക്കെ കഴുകി. അത് നല്ല കാര്യം. അങ്ങനെ അതൊക്കെ നല്ല സേവനമല്ലേ. പക്ഷെ അതുകൊണ്ടൊന്നും ജനങ്ങളുടെ മൊത്തത്തിലുള്ള മൈൻഡ് മാറത്തില്ല. ജനങ്ങൾക്ക് ഒരു ധാരണയുണ്ട്. അത് മാത്രമല്ല ഞാൻ പറഞ്ഞത്, ഈ 10 കൊല്ലത്തെ ഭരണത്തിൽ എന്ന് പറഞ്ഞാൽ ജനം ശ്രമിച്ചു. ഈ കാലഘട്ടത്തിൽ കേരളത്തിനൊരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു, ഒരു നാഥൻ. ആര്? പിണറായി വിജയൻ. ക്യാപ്റ്റൻ പണ്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ റിട്ടയർഡായി. മനസ്സിലായില്ലയോ? 84 വയസ്സ്, 82, 81 വയസ്സുണ്ട് ക്യാപ്റ്റന്. നല്ല കാര്യം. ഈ പ്രായത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. അതുണ്ട്, അത് നല്ല കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ പ്രായം കഴിഞ്ഞിട്ടാണ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായത്. പക്ഷെ ക്യാപ്റ്റൻ
ഈ ഉദാഹരണത്തിന് ഈ ക്യാപ്റ്റൻസി നഷ്ടപ്പെട്ട് ക്യാപ്റ്റനായിരുന്നു, കപ്പലിൽ നിന്ന് ആൾക്കാർ വെളിച്ചാടുക ഇപ്പം, മനസ്സിലായില്ലോ? ദിശ നഷ്ടപ്പെട്ടു എന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്, അതോ കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു? ഈ കപ്പലിന്റെ ദിശ കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. ഈ കപ്പിത്താൻ എന്ന് പറയുന്ന ആ മന്ത്രി ഉണ്ടല്ലോ, കപ്പലിന്റെ ദിശയൊക്കെ പോയി. അല്ല, ഇപ്പോഴും പത്തനംതിട്ട ജില്ലയിൽ അവർ പ്രമുഖയാണ് വീണ. എല്ലാവരും പ്രമുഖരാണല്ലോ. കാരണം നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഏറ്റവും ഇഷ്ടം പ്രമുഖരെയാണ്. പ്രമുഖരുമായിട്ട് ചാപ്പാട്, ലോകസഭ എന്ന് പറഞ്ഞാൽ കേരള ലോകസഭ എന്ന് പറഞ്ഞാൽ പ്രമുഖരെ എല്ലാം വിളിച്ച് ഇവിടെ നല്ല സദ്യ, അത് കഴിഞ്ഞിട്ട് എന്താണ് പമ്പയിൽ ആഗോളം എല്ലാം അതിൽ കുറച്ചുള്ള പരിപാടിയില്ലേ. അതുകൊണ്ടൊരു മെച്ച ഈ ലോക കേരള സഭ ആഗോള അയ്യപ്പ സംഘം. അല്ല, ഇവിടെ നിന്ന് നമ്മൾ ഗോളമാണ് മൊത്തം. പ്രവാസികൾക്കൊക്കെ കേരളമായിട്ടുള്ള ആത്മബന്ധം തുടരാൻ അത് കാരണം അതില്ല. മടൂരോണിക്ക് പോലും ആത്മബന്ധമാണ് ഇവിടെ. അതുകൊണ്ടല്ലയോ ഈ കേരള നിയമസഭയുടെ മുമ്പിൽ എൻ്റെ അടുത്ത് ഈയിടെയൊക്കെ ഒരാൾ വിളിച്ചു ചോദിച്ചു, ഈ നിങ്ങളുടെ നിയമസഭയ്ക്ക് മുമ്പിൽ മടൂരോയുടെ പ്രതിമയുണ്ടോ? ഞാൻ പ്രതിമയല്ല, ഫ്ലെക്സ്. അല്ല, ഞാൻ പറഞ്ഞത് ഫ്ലെക്സാ, പ്രതിമയല്ല. ഇത് സെൽഫി സ്റ്റാൻഡാ. പക്ഷെ അവിടെ വന്ന് ആരും സെൽഫി എടുത്തില്ല എന്നുള്ളൊരു ഗുണമുണ്ട്. അവിടെ വന്ന് സെൽഫി എടുത്തവർ വളരെ കുറച്ചാ. അപ്പം എന്ത് പറഞ്ഞ് ഇതുപോലുള്ള ഗിമ്മിക്കുകളൊക്കെ എന്താ കാണിക്കുന്നത്? ഈ ഗിമ്മിക്ക് ഞാൻ പറഞ്ഞ മടൂരെ ഇവിടെയായിട്ട് യാതൊരു ബന്ധവുമില്ല കേരളമായിട്ട്. അല്ല, നമ്മുടെ സായിബാബയെ കാണാൻ വന്നായിരുന്നു. സായിബാബയെ കാണാൻ വന്നു. അങ്ങേര് ഈ പറഞ്ഞ പോലെ നിലത്തൊക്കെ ഇരിക്കുന്ന ഫോട്ടോ അതൊക്കെ ചെയ്തു. പിന്നെ തികഞ്ഞ കമ്മ്യൂണിസ്റ്റാണ്. ഈ കമ്മ്യൂണിസ്റ്റ് ഈ കമ്മ്യൂണിസ്റ്റിൽ നിന്ന് കമ്മ്യൂണലിസ്റ്റ് ആകാൻ അധികം ദൂരമില്ല. ഇപ്പോൾ പ്രശ്നം എന്താണ്? കമ്മ്യൂണലിസവും കൺസ്യൂമറിസവുമായി മാറി. കൺസ്യൂമറിസം എന്ന് പറഞ്ഞാൽ വിദേശത്ത് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോവുക, ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരിക. കമ്മ്യൂണലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മ്യൂണിസം ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിസം ആകും. അതുകൊണ്ടാണ് AK ബാലൻ അത് പറഞ്ഞു, ഇപ്പുറത്ത് സജി ചെറിയാൻ ഇത് പറഞ്ഞു. അപ്പോൾ കമ്മ്യൂണിസം എന്തുവാന്ന് എല്ലാവരും മറന്നുപോയി. അല്ല, രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ കുറിച്ച് നമ്മൾ വിലയിരുത്തുമ്പോൾ ഇപ്പോൾ സ്വർണ്ണക്കൊള്ള ശരി, അത് കേന്ദ്ര ഏജൻസി ഉൾപ്പെടെ ഇപ്പോൾ അന്വേഷിക്കുന്നു, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ്. മറ്റൊരു മന്ത്രിമാരെക്കുറിച്ചും ഒരുവിധ അഴിമതി ആരോപണവും പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടില്ല, മറ്റൊരു ആക്ഷേപവും കൊണ്ടുവന്നിട്ടില്ല. ഞാൻ പറയട്ടെ പ്രതിപക്ഷം കൊണ്ടുവന്നിട്ടില്ലെന്ന് മാറ്റുകൊള്ളുന്നതുകൊണ്ട് ഒന്നും വെച്ച് പോയി. അത് പോട്ടെ, മാസപ്പടി മുഖ്യമന്ത്രിയായിട്ട് ബന്ധപ്പെട്ട ഞാൻ പറയട്ടെ. നിങ്ങൾ ഈ മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞ സൂത്രമുണ്ട്, അതൊന്ന് വായിച്ചു നോക്കണം. അതായത് 2024 സിൽവർ ലൈൻ കമ്മീഷൻ ചെയ്യും. 64,000 കോടി ജനം പ്രതിരോധിച്ചു. നോക്കേ, മഞ്ഞക്കുറ്റി ഇടാൻ വേണ്ടി 4,000 കോടി മഞ്ഞക്കുറ്റി ഇട്ടു. മഞ്ഞക്കുറ്റി ഇട്ടിട്ട് ഇവിടുത്തെ സ്ത്രീകളെ എല്ലാ റോഡിൽ കൂടെ വലിച്ചഴിച്ച്, അതിൻ്റെ അത് മനുഷ്യാവകാശം ഒന്നുമില്ല. അവരുടെ പേരിൽ ഇപ്പോഴും കേസുകൾ കിടക്കുക. ഈ മഞ്ഞക്കുറ്റിയിട്ട സ്ഥലം ഇവർക്ക് വിൽക്കാൻ ഒക്കത്തില്ല, മോർഗേജ് ചെയ്യാൻ ഒക്കത്തില്ല. ഈ മനുഷ്യനെ ഉപദ്രവിക്കുന്ന ഒരു മര്യാദ വേണ്ടേ? എന്നിട്ട് സിൽവർ ലൈൻ ഇവിടെ വന്നോ? എന്നിട്ട് അപ്പക്കച്ചവടം നടത്തിയോ? ഇല്ല. അപ്പക്കച്ചവടം കൊണ്ട് കേരളം രക്ഷപ്പെടുമെന്ന ഗോവിന്ദ മാഷി വിചാരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞ അദ്ദേഹം ഉദാഹരണം പറഞ്ഞാണ്. നമുക്ക് അവിടുന്ന് കൊണ്ട് ഇവിടെ കൊണ്ട് വിറ്റ് കഴിഞ്ഞാൽ ഭയങ്കര ലാഭം കിട്ടും. ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ 20 ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. എൻ്റെ സുഹൃത്ത് തോമസ് ഐസക് എന്തൊക്കെ കാണിക്കുന്നത്? പുള്ളി പറയുന്നത് അല്ല, വിജ്ഞാന കേരളം. എന്നിട്ട് ഇവിടുത്തെ ഒരു ബസ്സിൽ ഈ പണ്ട് ഇൻഡഞ്ചേർഡ് ലേബേഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു, അറിയോ? ഇവിടുന്ന് ആളുകളെ ഈ മൗറീഷ്യസിലേക്കും ഫിജിയിലേക്കും ഒക്കെ അമിതാഭ് ഘോഷിന്റെ ഒരു നോവലുണ്ട്, ഐബിസ് ട്രിലജി എന്ന് പറഞ്ഞ്. അതിന്റെ ബംഗാളിൽ നിന്ന് ഇപ്പോൾ ഒത്തിരി പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എന്താ പ്രശ്നം? ഇവിടുന്ന് ഒരു ബസ് ഫ്ലാഗ് ഓഫ് ചെയ്യുക. എങ്ങോട്ടാ പോകുന്നത്? തമിഴ്നാട് ഹുസൂറിലേക്ക്. അവിടെ എത്ര ശമ്പളം കിട്ടുന്നത്? 13,000 രൂപ. ഇവിടെ വരുന്ന ബംഗാളി 30,000 രൂപ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അതുപോലെ പണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്കെതിരെ ഭയങ്കര സമരം, 2 തരം എന്താ പറഞ്ഞേ പൗരന്മാരെ എന്നിട്ട് അവിടെ നമ്മളെ തോമസ് ഐസക്ക് പാർട്ടികളും എല്ലാം കൂടെ IELTS പഠിപ്പിക്കുക, ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷ്. ശരി, ഇതെന്ത് പ്രഹസനമാണ്? ഈ ഞങ്ങളുടെ പത്തനംതിട്ട വന്നപ്പോൾ പുള്ളി പറഞ്ഞ 50,000 പേർക്ക് തൊഴിൽ കൊടുക്കുന്നു. ഈ 50,000 പേരുടെ തൊഴിൽ കൊടുത്തതിൻ്റെ ആ പേരും അഡ്രസ്സും പുള്ളി എന്താ പറഞ്ഞ പബ്ലിഷ് ചെയ്യാമെങ്കിൽ പുള്ളിക്ക് ഞാൻ 1 ലക്ഷം രൂപ പുള്ളിക്ക് കൊടുക്കാം. എവിടെ ബില്ല് ഭയങ്കരമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇസ്ലാമിക് ബാങ്ക് ഇവിടെ ഉണ്ടായത്. ബില്ല് 18 2017 നമ്മളെ ട്രാൻസ്പോർട്ട് എല്ലാം എന്താണ് ലാഭത്തിൽ പോവും. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കേരളത്തിൽ 14 സാംസ്കാരിക സമുച്ചയങ്ങൾ പേര് വിട്ടു. എഴുത്തച്ഛൻ, ഉള്ളൂര്, മറ്റേ മൂലൂര്, എല്ലാ പേര് വിട്ടു. ഒരെണ്ണം വന്നോ?
തോമസ് ഐസക്ക് എലിയെ കാണിച്ച് പുലിയാക്കും, ആനയെ കാണിച്ച് ആടിനെ കാക്കും. പുള്ളിയുടെ ബജറ്റ് പ്രസംഗം വായിച്ചാൽ ഭയങ്കര തമാശ. ഈ ഇദ്ദേഹത്തിനൊരു ഗുണമുണ്ട് എന്തായാലും, നമ്മുടെ ഇപ്പോഴത്തെ ബാലഗോപാൽ യാഥാർത്ഥ്യബോധമല്ല, ഇതിൻ്റെ അകത്ത് ഈ കവിതയും മറ്റേ പുള്ളിയുടെ ബജറ്റ് നോക്കിയാലുണ്ടല്ലോ, ആരാണ്ട് മലയാളം അധ്യാപകർ എഴുതി കൊടുത്താ അങ്ങമ്പുഴ അത് പറഞ്ഞു. ഈ പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ സൂക്തങ്ങൾ, ഇതൊക്കെയാണ് ബജറ്റിലുള്ളത്. ബജറ്റ് പിടിച്ചു നോക്കുമ്പോൾ എന്താണ്, പറഞ്ഞതിൽ പാതി ചെയ്യാതെ പോയി, ചെയ്തതിൽ പാതി നടക്കാതെ പോയി. ഇതാണ് കാരണം. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ പ്രാവശ്യത്തെ പഞ്ചായത്തിൽ 100 രൂപ കൊടുത്തു, പഞ്ചായത്തിൻ്റെ എത്രമാത്രം കട്ട് ചെയ്തു. പഞ്ചായത്തിൽ നിങ്ങൾ ഓരോ ഇന്ന് ജയിക്കാത്തതിൻ്റെ കാര്യം എന്താ അറിയോ, 20 കൊല്ലം കഴിഞ്ഞ് തോറ്റ എന്താ അറിയോ, നിങ്ങൾ ഓരോ പഞ്ചായത്ത് റോഡ് പോയി നോക്ക്, പൈസ കിട്ടുന്നില്ല. ഈ കുടുംബശ്രീക്ക് 25 രൂപയ്ക്ക് ഹോട്ടൽ കൊടുക്കുമെന്ന് പറഞ്ഞു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കുടുംബശ്രീ ഹോട്ടൽ തുടങ്ങി, അവർക്ക് 75,000 രൂപ കടം വന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ സബ്സിഡി കൊടുക്കാൻ പൈസയില്ല വന്നു. അവസാനം ഈ കുടുംബശ്രീ സ്ത്രീകളെല്ലാം പെട്ടുപോയി. ചുമ്മാതല്ല ജനങ്ങൾ തിരിച്ചു വോട്ട് ചെയ്തത്, മനസ്സിലായോ? ഈ ഉടായ്പ് കൊണ്ട് ഞങ്ങൾക്കെല്ലാം നിങ്ങൾക്കെല്ലാം ഞങ്ങളിപ്പോൾ ജോലി തരും, നിങ്ങളെ ഞാൻ ബസ് ഫ്ലാഗ് ചെയ്യുന്നു, നിങ്ങളെ ഞങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കും, വിജ്ഞാന കേരളം എന്ന് പറഞ്ഞിട്ട്. കേരളത്തിൽ നിന്ന് നമ്മളിടയ്ക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലേക്കൊക്കെ ഇവിടുത്തെ അഭ്യസ്തവിദ്യരായ ആളുകളെ കൊണ്ടുപോകാനുള്ളൊരു സ്കീം ഇട്ടിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ കൊണ്ട് അത് മറ്റേ പരിപാടി മതിയല്ലോ. എന്താണ് നമ്മുടെ ഒരു പിന്നെ ഈ ഏജൻസികളുണ്ടല്ലോ, 7,000 പേരെ കൊണ്ടുപോയില്ലോ കാനഡയിൽ. പിന്നെ പഴയ ട്രാവൽ ഏജൻസി, ട്രാവൽ ഏജൻസികളെല്ലാം ഇപ്പം നമ്മുടെ റിക്രൂട്ട്മെന്റ് ഏജൻസികളായി. അതിൻ്റെ കൂടെ ഇനിയിപ്പോൾ സർക്കാർ കൂടെ ഒരു ഡിപ്പാർട്ട്മെന്റ് തുടങ്ങി. ഇവിടുന്ന് തൊഴിലാളികൾ ഇവിടുന്ന് ഗൾഫിൽ പോയത് സർക്കാർ കാരണമാണ്. ഇൻസ്പൈറ്റ് ഓഫ് ദി സർക്കാർ. ഞങ്ങളൊക്കെ എന്തായി നാട് വിട്ടുപോയേ, ഇവിടെ കാശ് കൊടുത്താലേ കോളേജ് ജോലി കിട്ടത്തുള്ളൂ. എന്ന് വെച്ചാൽ കൈക്കൂലി കൊടുക്കണം, എല്ലാവർക്കും അറിയാം. അന്നൊക്കെ 1 ലക്ഷം രൂപയൊക്കെ കിട്ടും, അതിപ്പോൾ 1 കോടിയായിരുന്നേ ഉള്ളൂ. നമ്മളൊക്കെ സ്ഥലം വിട്ടു. ഈ സ്ഥലം പോയി ഞങ്ങളൊക്കെ വണ്ടി കയറി സ്ഥലം വിട്ടതെന്നാണ്. കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾ CPM-ൻ്റെ ആളാണെങ്കിൽ പിൻവാഴി കൂടെ K ഡിസ്ക്, C ഡിസ്ക്, മറ്റേ ഡിസ്ക് എന്ന് പറഞ്ഞ് കുറേ പരിപാടികളുണ്ട്. ജോലി കിട്ടും 75,000 രൂപ, 50,000 രൂപ. അതില്ലെങ്കിൽ അവൻ നാട് വിട്ടില്ലേ അവൻ്റെ കാര്യം പോക്കാം. അതുകൊണ്ട് എവിടെ ജോലി? നമ്മുടെ എന്താ പറഞ്ഞ രാജീവൻ നല്ല മനുഷ്യനാണ്, പുള്ളി ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇൻഡസ്ട്രീസ്, നല്ല കാര്യം. പക്ഷേ എന്താണ് കേരളത്തിൽ പിന്നെ ലേബർ സർവേ അനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ അഭ്യസ്തരായ തൊഴിൽ രഹിതരുള്ള സ്ഥലം ഇപ്പോഴും കേരളമാണ്. അല്ല, വൈറ്റ് കോളർ ജോലിക്കാണല്ലോ, ബാക്കിയൊക്കെ നമ്മൾ ബംഗാളികളെയും അതിപ്പം നമ്മുടെ ഒരു മധ്യവർഗ സമൂഹമായിട്ട് മാറി. നമ്മുടെ ഈ എഡ്യൂക്കേഷൻ സാർവത്രികവൽക്കരിച്ചതോടുകൂടി എല്ലാവർക്കും ഡിഗ്രിയായി ബിടെക് എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ബിടെക്കുകാർ ഇപ്പം പ്യൂണി ജോലിക്ക് പോലും അപ്ലൈ ചെയ്യും. അപ്പോൾ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ചിട്ട് ഈ മാനുവൽ ജോലിക്ക് ആളില്ല, തെങ്ങ കയറാൻ ആളില്ല, റബ്ബർ വെട്ടാൻ ആളില്ല. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റികളോ അല്ലെങ്കിൽ അഗ്രോ ബിസിനസ് ഇത് കൊടുത്തിട്ട് ഒരുപാട് തൊഴിൽ കൊടുക്കാം. അപ്പം നമ്മൾ ഈ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ, പബ്ലിഷിങ് കേട്ട് കഴിഞ്ഞാൽ കേരളം മൊത്തം ഇൻഡസ്ട്രിയാന്ന് പറയും. നമ്മുടെ രാജീവിൻ്റെ റിപ്പോർട്ട് വെച്ചാലുണ്ടല്ലോ, കേരളത്തിലെ ഇൻഡസ്ട്രിയെ മുട്ടിയിട്ട് നടക്കാൻ വയ്യ. കേരളത്തിൽ മൊത്തം ഇൻഡസ്ട്രിയാണ്, ഭയങ്കര ഇൻഡസ്ട്രി അല്ലയോ. ഇതിൻ്റെ പരസ്യം കേട്ട എന്നാൽ പിന്നെ എന്താ കേരളത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുടെ കാരണം എന്താ കേരളത്തിൽ നിന്ന് ഇത്രയും ആളുകൾ ഒരു നിവൃത്തിയില്ലായില്ലേ ഇവിടുന്ന് ഓടിപ്പോന്നേ. അപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ ഇതുകൊണ്ട് PR കൊണ്ട് ഈ പരിപാടി നടക്കില്ല. അപ്പോൾ അങ്ങ് പറഞ്ഞു വരുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റം കാണാം എന്ന് തന്നെയാണോ? പക്ഷെ അവിടെ ഒരു വലിയ അപകടം കിടക്കുന്നു. ഈ മുസ്ലിം ലീഗിന്റെ ഒരു പ്രാധാന്യം, 10-27 സീറ്റ് മത്സരിക്കും, UDF-നെ വിഴുങ്ങും, ഡെപ്യൂട്ടി CM സ്ഥാനം പോലും അവരുടെ കൊടുക്കേണ്ടി വരും. 1900 വലിയ ആശങ്കയിലാണ്. എൻ്റെ സാറേ, 1960 തൊട്ടുള്ള തെരഞ്ഞെടുപ്പ് നിങ്ങൾ നോക്കേ. ഇവിടെ നഫീസ ബേബി, മധ്യ തിരുവിതാംകൂറിലെ ഈ ക്രിസ്ത്യൻ പുരോഹിതന്മാരൊക്കെ അതൊക്കെ വെറുതെ. ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. കേരളത്തിലെ ഡെമോഗ്രാഫിക് പാറ്റേൺ അനുസരിച്ച് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി ഇടപെടുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവരാണ് കേരളത്തിലെ സിവിൽ സർവൻസ്, പ്രൊഫസേഴ്സ്, ഡോക്ടേഴ്സ്, എന്നെ ചെയ്തിരിക്കുന്ന ഡോക്ടർ, അങ്ങനെ ഏറ്റവും കൂടുതൽ എൻലൈറ്റൻഡ് ആയിട്ടുള്ള സമൂഹമാണ്. നിങ്ങൾ പിന്നെ ഈ പറയുന്നവർക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്ന, എന്നെ അറിയാവുന്ന മുസ്ലിം സഹോദരങ്ങൾ ഏറ്റവും കൂടുതൽ എൻലൈറ്റൻസാണ്, ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കുന്നവരാണ്, കാഴ്ചപ്പാടുള്ളവരാണ്, വിവരമുള്ളവരാണ്. നിങ്ങൾ ഒരു ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ, അതുപോലെ ഈഴവ സമുദായത്തിൽ ഒരു ഇഷ്ടം പോലെ ഉണ്ട്,
ക്രിസ്ത്യൻ സമുദായത്തിലുണ്ട്. ഇതൊക്കെ വച്ചിട്ട് നമ്മൾ കുറച്ച് അജണ്ട വെച്ചിട്ട് കാസായിക്ക് കുറച്ച് പൈസ കൊടുത്തിട്ട് അവർ കുറച്ച് ഫേക്ക് ഐഡിയ ഉണ്ടാക്കി, പിന്നെ കുരിശിങ്കൽ മറ്റേന്നൊക്കെ പേര് വിട്ട് ക്രിസ്ത്യൻ ഐഡിയ അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് കാച്ചും. ആ ക്രിസ്ത്യൻ ഐഡിയ തന്നെ എഴുതുന്നത് എന്തോന്ന് അറിയോ? തെറ്റാ, അക്ഷരത്തെറ്റാ, കണ്ടറിയാം. എന്നിട്ട് ഇത് അങ്ങ് പൂട്ടി വെക്കും, അവിടെ ഒരു കുരിശും വെക്കും. എന്നിട്ട് ഈ വർഗീയത എല്ലാം അടിച്ചു വരുന്നത് കേരളത്തിലെ ആൾക്കാർ മണ്ടന്മാരാണോ? കേരളത്തിലെ ആൾക്കാർ മണ്ടന്മാരാണോ? ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത് എനിക്ക് യാതൊരു പ്രശ്നമില്ല, ഞാൻ ക്രിസ്ത്യാനി വിശ്വാസിയാണ്. ഇതൊക്കെ പറഞ്ഞാൽ ഞാൻ പിന്നെ കേട്ട് കൊടുക്കുമോ? ഇല്ല. കേരളത്തിലെ ആളുകളെ സംബന്ധിച്ചിട്ട് പാർട്ടി ഏതായാലും ഒരു തീരുമാനം എടുക്കാനുള്ള ശേഷിയുണ്ട്. അതിൻ്റെ കൂട്ടി ഈ മുസ്ലിം വിരുദ്ധത ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് ആൾക്കാർ വിചാരിക്കുന്നത് BJP ഇവിടെ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾക്ക് പിന്നെ ഛത്തീസ്ഗഡിൽ എന്താ സംഭവിക്കുന്നത്? ഈ കാസക്കാർ പറഞ്ഞു ഛത്തീസ്ഗഡിൽ എന്താ സംഭവിച്ചത്, മണിപ്പൂരിൽ എന്താ സംഭവിച്ചത്, പിന്നെ UP-യിൽ എത്ര പേര് ജയിലിൽ കിടക്കുന്നു? മനസ്സിലായില്ലയോ? ക്രിസ്മസ് ആഘോഷം വന്നപ്പോഴും പിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന പരിപാടി. ഇത് എവിടെ ഈ ഡബിൾ എന്താ പറഞ്ഞാൽ ഈ ഇരട്ടത്താപ്പ് എന്തിനാണ് കളിക്കുന്നത്? ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ മൊത്തം BJP ഭരണത്തിൽ ന്യൂനപക്ഷങ്ങൾ മൊത്തം ആശങ്കാകുലരാണ്. അതിപ്പം സാബു ജേക്കബ് ചെന്നെന്ന് വിചാരിച്ചൊന്നും മാറത്തൊന്നുമില്ല. അപ്പോൾ ചുരുക്കത്തിൽ UDF തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിലെത്തും. ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക അവസ്ഥ വെച്ചിട്ട് UDF-നാണ് വരേണ്ടത്. അല്ലെങ്കിൽ കേരളത്തിൽ വലിയ അപകടകരമായ കാര്യമാണ് വരുന്നത്. രണ്ടാമത്തെ പിണറായി സർക്കാർ എന്ന് പറഞ്ഞാൽ CPM-നെ നശിപ്പിച്ചു. CPM പൊള്ളവൽക്കരിക്കപ്പെട്ടു. അല്ല, പാർട്ടി അണികളുടെ വോട്ടും CPM-ന് കിട്ടാതെ വരുമോ? അതല്ല, CPM എന്ന് പറഞ്ഞ പാർട്ടി അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. മാർക്സിസം വായിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കുന്ന എത്ര പേരുണ്ട്? അല്ല, അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ അരിവാൾ ചുറ്റികയുണ്ടല്ലോ, പണ്ട് ചുമലയായിരുന്നു. അപ്പോൾ ക്രിസ്ത്യാനികൾ ചുമലയ്ക്ക് കുത്തത്തില്ല എന്ന് പറഞ്ഞു. 3 സ്ഥലത്ത് 3 കളറായി. ഇപ്പം അല്ലല്ല 5 കളറാണ്. നിങ്ങൾ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാൽ പച്ച പിന്നെ വരും, നീല വരും, മലപ്പുറത്ത് മഞ്ഞ വരും, വെള്ള അരിവാൾ ചുറ്റിക. ഈ അരിവാൾ ചുറ്റിക ഇപ്പം നോക്കിയാൽ മ്യൂസിയത്തിൽ പോലും കാണാനില്ല. അത് വേറെ കാര്യം. കാരണം അരിവാൾ ചുറ്റിക വെച്ചല്ലോ മിഷൻ വെച്ചിട്ടാണല്ലോ ഇപ്പോൾ കട്ട് ചെയ്യുന്നതല്ലോ. അപ്പോൾ ഈ അരിവാൾ ചുറ്റിക കൊച്ചു പിള്ളേർക്ക് ഇത് എന്തുവാ സാധനം എന്ന് അറിയത്തില്ല, മ്യൂസിയത്തിൽ പോലും കാണാനൊക്കത്തില്ല. ഈ അരിവാൾ ചുറ്റികയുടെ നിറം മാറ്റി, കളർ മാറ്റി, പിന്നെ മൊത്തം ഒരാളുടെ പടയേ ഉള്ളൂ, ബാക്കിയുള്ള സ്റ്റാമ്പ് സൈസാണ്. ആരാണ്? മാക്സിമം ലീഡർ. അതെ, എൻ്റെ ഫുൾ ഫിഗർ, ബാക്കിയുള്ളവന്മാരെല്ലാം സ്റ്റാമ്പാ. കേരളത്തിൽ എത്ര മന്ത്രിമാരുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇല്ല, അവരൊക്കെ സ്വസ്ഥമായിട്ടിരുന്ന് ഭരിക്കുന്നു, അവർക്കെതിരെ ഒരു ആരോപണമില്ല. ഭരിക്കുന്നു എന്നുള്ളതല്ല, അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഈ കേരള കോൺഗ്രസിൻ്റെ മന്ത്രിയുണ്ട് റോഷി. പക്ഷെ ഭരിക്കുന്ന ആരാണ്? CPM-ന്റെ പേഴ്സണൽ സ്റ്റാഫാ. അനങ്ങാൻ സംഭവിക്കൂ? അല്ല, അതുകൊണ്ട് അഴിമതിയൊന്നും നടക്കുകയല്ല. അത് അഴിമതി നടക്കുന്നെങ്കിലും പാർട്ടി അറിഞ്ഞേ നടക്കാവും. കാരണം അഴിമതി നടന്നാലും പാർട്ടി സെറ്റപ്പ് പറഞ്ഞിട്ട് സെൻട്രലൈസ്ഡ് ഓപ്പറേഷൻ. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ സഹിയിട്ടു. ഇനി മൂന്നാമതൊരു കാര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ JVP എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ട്, അറിയോ? പിന്നെ ശ്രീലങ്കയിൽ അത് സിംഹള ദേശീയവാദികളായി എന്ന് വെച്ചാൽ അതൊരു വർഗീയ പാർട്ടിയായി. ഇപ്പം വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്, വർഗീയ സെറ്റപ്പായി, സിംഹള വർഗീയ വംശീയ പാർട്ടിയായി എന്ന് പറയുന്ന പോലെയാണ് ഇവിടെ CPM ഇപ്പം ഈ പ്രോക്സി ആയിട്ട് ഈ സജി ചെറിയാനും AK ബാലനും ഇവരൊക്കെ പറയുന്ന ഭാഷ കേട്ടാൽ BJP-ക്കാർ പറയുന്നില്ല. ഇവിടെ ഇല്ല കിങ്ഫിഷർ ലൈറ്റും കിങ്ഫിഷർ ഹാർഡും എന്ന് പറഞ്ഞില്ല. BJP-ക്കാർ വളരെ എന്താ പറഞ്ഞാൽ മയമായിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പം ഈ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനോട് നിങ്ങൾ വർഗീയവാദിയാണെന്ന് പറഞ്ഞാൽ പുള്ളി ദേഷ്യപ്പെടും. കാരണം പുള്ളി ഒരു ജെന്റിൽമാനായിട്ടാണ് പുള്ളി കരുതപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ കേരളത്തിൽ പണ്ട് ശശികലയെ പോലുള്ളവരൊക്കെ പറഞ്ഞാലും സാധാരണ BJP-ക്കാരെ കാട്ടിൽ കൂടുതൽ വർഗീയത ഇപ്പം ആരാ പറയുന്നത്? മുസ്ലിം വിരുദ്ധത ആരാ പറയുന്നത്? CPM നേതാക്കളാണ്. CPM-ഓ CPM-ന്റെ പ്രോക്സികളോ? അവിടെയാണ് പ്രശ്നം. അത് കേരളത്തിന് വളരെ വലിയ അപകടമാണ് വരാൻ പോകുന്നത്. കേരളം ഒരു കോസ്മോപൊളിറ്റൻ സ്ഥലമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗട്ടോയിസ് അല്ല, നമ്മളെല്ലാം അയൽവാസികളും നമ്മളെല്ലാം ഒരേ ഹാബിറ്റാറ്റിൽ താമസിക്കുന്നവരുമാണ്. ഇവരെ വിഘടിക്കുക എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇത് ചരിത്രത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ 2000 വർഷമായിട്ട് അതിൽ പിന്നെ മുസ്ലിങ്ങൾ ഇവിടെ പിന്നെ മുഹമ്മദ് നബി എളുപ്പത്തിട്ട് വന്ന ആളുകളാണ് മുസ്ലിങ്ങൾ.
ഇത്രയും സമാധാനത്തോടും സന്തോഷത്തോടും ജീവിച്ച ജനങ്ങളെ ഈ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഉപയോഗിച്ചിട്ട് വിഘടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അക്ഷന്ത്യമായ തെറ്റാണ്. വർഗരാഷ്ട്രീയം വിട്ട് വർഗീയ രാഷ്ട്രീയം നടത്തിയാൽ നശിക്കാൻ പോകുന്നത് CPM ആയിരിക്കും. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ലൈൻ, അതായത് AK ബാലനും സജി ചെറിയാനും ഒക്കെ പറയുന്ന ഈ തരാതര വർഗീയ രാഷ്ട്രീയം അടവുനരകമായി വർഗരാഷ്ട്രീയം ഇല്ലാതെ, ഇവിടുത്തെ വർഗരാഷ്ട്രീയം ആരാണ്? ബംഗാളിയും ഉറിയനും പിന്നെ അവിടുന്ന് ഇവിടുന്ന് എന്താ പറഞ്ഞ് അവരാണ് ഇവിടെ ജോലിക്കാർ. വർഗീയ രാഷ്ട്രീയം കളിക്കുകയാണ്. ഇത് രണ്ട് കാര്യം പറ്റും. CPM ബംഗാളിലെ പോലെ അടപടലോടെ എഴുതി വെച്ചോ 5 കൊല്ലത്തിനകം തീർന്നു കിട്ടും ഇങ്ങനെ പോയാൽ. മൂന്നാമത് ഇപ്പം എത്ര ശതമാനം വോട്ടുണ്ട്? ഒരു സീറ്റില്ല. ബംഗാളിൽ ഇത്രയും കൊല്ലം ഭരിച്ചിട്ട് ഒറ്റ സീറ്റില്ല. നശിച്ച് നാറാണക്കല്ലെടുത്ത് അവസാനം ഈ ബിൽഡിങ് മാത്രം കാണും. അവിടെ നമുക്ക് ILTS എന്താ പറഞ്ഞേ ട്രെയിനിങ് സെൻറ്റർ നടത്താം. അത് CPM മനസ്സിലാക്കണം. CPM-നെ പോലൊരു പാർട്ടി കേരളത്തിൽ ആവശ്യമാണ്, ഇടതുപക്ഷം ആവശ്യമാണ്. ഞാൻ ഇടതുപക്ഷത്തെ എന്താ പറഞ്ഞപ്പോൾ കേരളത്തിൽ ഈ UDF LDF രണ്ട് ശക്തമാകേണ്ടത് കേരളത്തിലെ ആവശ്യമാണ് ജനാധിപത്യ കാര്യത്തിനകത്ത്. പക്ഷേ ഈ അപകടകരമായി കടുംപെട്ട് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കടുംപെട്ട് വെട്ടിയാൽ അത് കേരളത്തിൻ്റെ നമ്മൾ നാളെ ഇല്ല. സതീശൻ പറഞ്ഞത് VD സതീശൻ പറഞ്ഞോളൂ ഞാൻ ചോദിക്കുക, നാളെ നമ്മളൊന്നും ഇവിടെ കാണില്ല. മനസ്സിലായില്ലയോ? ഈ പറയുന്ന രാഷ്ട്രീയക്കാരും കാണില്ല. ഇപ്പം 20 കൊല്ലം കഴിയുമ്പോഴത്തേന് അല്ലെങ്കിൽ 30 കൊല്ലം കഴിയുമ്പോഴത്തേന്. പക്ഷെ അടുത്ത തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി വിഷം കുത്തിവെക്കരുത്. അതേ ഉള്ളൂ നമ്മൾ ഓർക്കേണ്ട കാര്യം. തീർച്ചയായിട്ടും. വളരെ നന്ദി ശ്രീ ജയസ. താങ്ക് യു വെരി മച്ച്. നമസ്കാരം.